നാടിനെ ആകെ നടുക്കിയ മാന്നാറിലെ കലയുടെ കൊലപാതക കേസിൽ ചുരുളഴിയുകയാണ്. പിടിയിലായ 3 പേർക്കും പങ്ക് എന്ന് റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഒന്നാം പ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങി. കേസിൽ അറസ്റ്റിലായ പ്രതികളെ കോടതി കസ്റ്റഡിയിൽ വിട്ടു. പെരുമ്പുഴ പാലത്തിൽ കാറിനുള്ളിൽ വെച്ച് കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. മുഖ്യ സാക്ഷിയുടെ മൊഴിയാണ് അന്വേഷണത്തിൽ നിർണായകമായത്. മാന്നാറിൽ നിന്ന് മനീഷ് മഹിപാലും ശ്രീജിത്ത് ശ്രീകുമാരനും AV ജയശങ്കറും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സിനിമാ കഥയെ വെല്ലുന്ന തിരക്കഥ. അനിൽകുമാർ മാന്നാർ എന്ന ഒരു നാടിനെയാകെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്ന കലയുടെ തിരോധാനം കൊലപാതക കേസായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഈ കേസിന്റെ ഗതി എന്താകുമെന്നത് ഫോറൻസിക് റിപ്പോർട്ടിനെ ആശ്രയിച്ചിരിക്കും. 3 പ്രതികളെ എന്തായാലും പോലീസിന് അറസ്റ്റ് ചെയ്യാനായി. പതിനഞ്ച് വർഷം മുമ്പ് ഇരമത്തൂരിൽ നിന്ന് കാമുകനൊപ്പം അപ്രത്യക്ഷമായെന്ന് പറയപ്പെടുന്ന കല എന്ന 26-കാരി കൊല്ലപ്പെട്ടു എന്നായിരുന്നു ഉള്ളടക്കം. കൊലപ്പെടുത്തിയ രീതിയും പങ്കുള്ളവരുടെ പേരുകളും ഉൾപ്പെടെ വിശദമായി കത്തിലുണ്ടായിരുന്നു. തുടർന്ന് അതീവ രഹസ്യമായി അമ്പലപ്പുഴ പോലീസിനെ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചു. അനിൽകുമാറിന്റെ അടുത്ത ബന്ധുക്കളടക്കം 5 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് രഹസ്യങ്ങളുടെ ചുരുളഴിയുന്നത്. രണ്ടു സമുദായത്തിൽപ്പെട്ട കലയും അനിൽകുമാറും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഇതിൽ ഒരു മകനുമുണ്ട്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കല കൊടിയ ജാതി വിവേചനം അനുഭവിച്ചുവെന്നാണ് കലയുടെ ബന്ധുക്കൾ പറയുന്നത്. ജാതിപരമായിട്ടെന്ന് പറഞ്ഞാൽ അവിടെ അമ്മായിമ്മയ്ക്കാണ്. ഇവളുമായിട്ട് എപ്പോഴും വഴക്കായിരുന്നെന്നാ പറയുന്നത്. ഇവളെ ജാതി അവളെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഇവർ 2 അടുത്ത് വാടകയ്ക്ക് താമസിച്ച് ഈ വഴക്കുകൊണ്ട്. കലയെ കാണാതായപ്പോൾ സ്വർണവും മറ്റുമായി ഒളിച്ചോടിപ്പോയെന്നായിരുന്നു പ്രചാരണം. അതുകൊണ്ട് തന്നെ കലയുടെ ബന്ധുക്കൾ പരാതി നൽകിയില്ല. 2 മാസത്തിനുള്ളിൽ അനിൽകുമാർ പുനർവിവാഹം കഴിക്കുകയും ചെയ്തു. പാലക്കാട് സ്വദേശിക്കൊപ്പം പോയെന്ന് പറയപ്പെടുന്ന കലയെ എറണാകുളത്ത് വെച്ച് അനിൽകുമാർ കൂടെ കൂട്ടി. വാടകയ്ക്കെടുത്ത കാറിൽ യാത്രാമധ്യേ തുണി ഉപയോഗിച്ച് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് ഭാഷ്യം. കലയെ ഒളിപ്പിച്ചു വെച്ച ശേഷം പാലക്കാടേക്ക് ഒളിച്ചോടിയെന്ന് അനിൽകുമാർ ബോധപൂർവം കഥ സൃഷ്ടിച്ചുവെന്നും പോലീസ് സംശയിക്കുന്നു. 2009 ഡിസംബർ ആദ്യ ആഴ്ചയാണ് കല കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് നിഗമനം. വീട്ടിൽ നിന്ന് പോയ കല എറണാകുളത്ത് ജോലി ചെയ്യുകയായിരുന്നു. ഭർത്തൃ വീട്ടിൽ നിന്ന് പോയി 1.5 മാസത്തിന് ശേഷമാണ് വിദേശത്തായിരുന്ന അനിൽകുമാർ നാട്ടിലെത്തുന്നത്. നാട്ടിലെത്തി 5 ദിവസത്തിനുള്ളിൽ കൊലപാതകം നടന്നെന്നും പോലീസ് പറയുന്നു. മൃതദേഹം കാറിൽ കണ്ട ദൃക്സാക്ഷിയാണ് കേസിൽ നിർണായകമായത്. അനിൽകുമാറിന്റെ ബന്ധു കൂടിയായ സുരേഷ് മൃതദേഹം മറവ് ചെയ്യാൻ സഹായിക്കില്ല എന്നറിയിച്ചതോടെ മറ്റ് പ്രതികളുടെ സഹായം തേടുകയായിരുന്നു അനിൽ. അതിനൊപ്പം മൊഴികളിലെ വൈരുദ്ധ്യവും തെളിവ് ശേഖരണത്തിലെ സങ്കീർണതകളും പോലീസിന് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. കലയുടെ മകൻ 17 വയസ്സുകാരൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അമ്മ മരിച്ചിട്ടില്ല എന്നാണ്. ഒപ്പം അച്ഛൻ അനിൽകുമാറിനെ മകൻ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. കലയെ കാണാതാകുമ്പോൾ മകന് 2 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഇവനുണ്ട്, അത് എനിക്ക് കുഴപ്പമുണ്ട്. എന്നിട്ട് ഇന്നലെ പറയുക അച്ഛനും അമ്മയൊക്കെ പറയുക എനിക്കും ഇതില്ല, എന്തോ ഒരു ടെൻഷനില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ടെൻഷൻ? അമ്മ ജീവനുണ്ട്, സൂര്യ കിട്ടില്ല, ഞാൻ അമ്മയെ കൊണ്ടുവരും. നമ്മുടെ അമ്മ കഷ്ണം എനിക്കുണ്ടാവും, ഞാൻ കൊണ്ടുവരും അമ്മയെ. 15 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതകത്തിൽ തെളിവ് ശേഖരണം പോലീസിന് ഏറെ സങ്കീർണമാണ്. ആകെയുള്ളത് മുഖ്യ സാക്ഷിയുടെ മൊഴിയും ഒപ്പം 3 പ്രതികളുടെ കുറ്റസമ്മത മൊഴികളുമാണ്. എങ്ങനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കാർ എവിടെയാണ്, ആയുധം എവിടെയാണ്, ശരീര അവശിഷ്ടങ്ങൾ എവിടെയാണ് എന്നൊന്നും പോലീസിന് ഇപ്പോൾ അറിയില്ല എന്നാണ് വിവരം. ഒപ്പം മുഖ്യപ്രതി അനിൽകുമാറിനെ നാട്ടിലും എത്തിക്കണം. AV ജയശങ്കറിനും ശ്രീജിത്ത് ശ്രീകുമാരനുമൊപ്പം മനീഷ് മഹിപാൽ, 24 ആലപ്പുഴ. മനീഷ് മഹിപാലാണ്. ഒപ്പം ശ്രീജിത്ത് ശ്രീകുമാരനും ഉണ്ടായിരുന്നു, AV ജയശങ്കറും ഉണ്ടായിരുന്നു. 3 പേരും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്.